ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ വീണ്ടും ചർച്ച നടത്തുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അനുനയ ശ്രമത്തിന് സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ ആ അനുനയ ശ്രമത്തിലൊന്നും സർക്കാർ ഒരു കാര്യത്തിലുള്ള ഒരു പരിഗണനയ്ക്കും അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാർ ഒരു തരത്തിലും ഒരു അനുനയത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധ സമരം പോകുന്നത്. അതായത് ആശമാരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭ്യമാകുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നിയമസഭാ ഓഫീസിലാണ് ചർച്ച നടത്തുക. ഈ ഒരു ഉറപ്പ് നേരത്തെ ഈ NHM അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ആശാ വർക്കർമാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ആശാ വർക്കേഴ്സ്. അവർ 38ാം ദിനവും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മേഘന, മറ്റൊരു കാര്യം ഇവർ പറയുന്നത് പണമില്ലാത്തതല്ല സർക്കാരിന്റെ ബുദ്ധിമുട്ട്, നൽകാത്തതാണ്. പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ്. മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ച നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്നു. 3 മണിക്ക് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. 3 മണിക്ക് നമ്മൾ പോവുകയാണ്. തീർച്ചയായും ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് തന്നെ മന്ത്രിതല ചർച്ചയ്ക്ക് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്നതായിരിക്കും. 3 മണിക്കാണ് തീരുമാനിച്ചതെന്നാണ് അറിയിച്ചത്. NHM ഡയറക്ടറുമായിട്ടുള്ള ചർച്ച നിരാശയായിരുന്നല്ലോ. മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. മന്ത്രിതലത്തിലുള്ള ചർച്ചയ്ക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. മന്ത്രി ഓഫീസിലാണ്. എവിടെ വെച്ചാണ് ചർച്ച? എന്താണ് അറിയിച്ചത്? ഡീറ്റെയിൽസ് ഇനി പറയാനാണ് പറഞ്ഞത്. എന്തായാലും 3 മണിക്ക് നിയമസഭാ മന്ദിരത്തിൽ വെച്ചാണ് ചർച്ച. എന്തായാലും സമരസമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മിനി കൂടി ചേരുകയാണ്. എന്തായാലും ഒരു ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ആ നിരാശയിൽ നിന്നാണ് മറ്റൊരു ചർച്ച ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും NHM ഡയറക്ടർ നമ്മളോട് പറഞ്ഞിരുന്നു, ഇപ്പം തന്നെ മന്ത്രിയെ വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടുന്ന അവസരം ഉണ്ടാക്കാമെന്ന്. വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് 38 ദിവസമായി ഈ പൊരിവെയിലത്തും ഈ പെരുമഴയത്തും ഇരിക്കുന്ന ആശാ വർക്കർമാർ നടത്തുന്ന അതിജീവന സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്നതിനാണ് ഞങ്ങൾ കരുതുന്നത്. ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവായിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി നടത്തുകയാണ്. ആശാ വർക്കർമാരോട് അവർ പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയിൽ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരും. തീർച്ചയായിട്ടും തീരുമാനമുണ്ടാകണം സർക്കാരിൻ്റെ കയ്യിൽ. ഞങ്ങളിവിടെ ഈ സമരം ഇരുന്നതിന് ശേഷമാണ് ധാരാളം ആളുകൾക്ക് വലിയ തുക ശമ്പള വർധനമായിട്ട് കൊടുത്തത്, ആനുകൂല്യങ്ങളായിട്ട് കൊടുത്തത്. അതുകൊണ്ട് പണമില്ല എന്നത് ആശാ വർക്കർമാർക്ക് മാത്രം തരാൻ പണമില്ല എന്ന നിലയിലേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ഈ സമരമുഖത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഈ മാസത്തെ ഓണറേറിയം കൊടുത്തിട്ടില്ല. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുത്തിട്ടില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം വന്നു. 10 ദിവസം പണിയെടുത്തിട്ടാണ് ഇവിടെ ഈ ആശാ വർക്കർമാർ വന്നത്. അതുകൂടാതെ ഈ സമരമുഖത്തേക്ക് വന്ന ആശാ വർക്കർമാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ഓണറേറിയം കൊടുത്തിട്ടില്ല. ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത പ്രതിഷേധം അതിനകത്തുമുണ്ട്. ഇതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകണം. എല്ലാ പ്രതികാര നടപടികളും ചർച്ചയിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. 3 മണിക്കാണ് ഞങ്ങളത് തീരുമാനിക്കും. തീർച്ചയായിട്ടും 100% പ്രതീക്ഷയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങളുടെ ആവലാതികൾ വെക്കുന്നു. ആവലാതികൾ പരിഗണിച്ച് അതിന് നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്. നിയമസഭയിൽ അവിടെയൊക്കെയാണ് ചെല്ലാൻ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ്, അതായത് ചർച്ചയുടെ വിവരം സമരപന്തലിലെത്തി നിയമസഭയിൽ ആണ് ചർച്ച ആശമാരുടെ സമരം ശക്തമാവുകയാണ്. എന്തായാലും ഇന്ന് 3 മണിക്ക് ആശാ വർക്കേഴ്സുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തും. 3 മണിക്ക് നിയമസഭാ ഓഫീസിലാണ് ചർച്ച നടക്കുക. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഈ ചർച്ചയിൽ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ്. ഇപ്പോൾ NHM അധികൃതരുമായി നടത്തിയ ചർച്ച പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് കാര്യങ്ങളായിരിക്കും ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇവർ ഉന്നയിക്കുക? ഉമേഷ്, പ്രധാനമായി ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കേണ്ടത് ആരോഗ്യമന്ത്രി തന്നെയാണ്. കാരണം വേതന വർധനവ് തീരുമാനിക്കണമെങ്കിൽ ആദ്യം ധനവകുപ്പ് അംഗീകാരം നൽകുകയും അത് ആരോഗ്യമന്ത്രി അറിയിക്കുകയും വേണം. അല്ല എങ്കിൽ NHM അതിന്റെ ഫണ്ട് വർദ്ധിപ്പിക്കണം. അതിന് കേന്ദ്രം തീരുമാനിക്കണം. നിലവിൽ എന്തായാലും ആരോഗ്യമന്ത്രി 2ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ആദ്യഘട്ട ചർച്ചയിൽ ഇത്തരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണമെന്നും വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അത് അംഗീകരിക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ സമരം തുടർന്ന് മുന്നോട്ട് പോയി. നാളെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങാനിരിക്കെയാണ് ഇന്ന് NHM ഡയറക്ടർ നേരിട്ട്
ചർച്ചയ്ക്ക് വിളിച്ചത്. അതിൽ തീരുമാനമുണ്ടായില്ല. അതിൽ NHM ഡയറക്ടർ തന്നെ ഈ ആശാ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം ഉടൻ തന്നെ ഏറ്റവും പെട്ടെന്ന് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാം എന്നുള്ള വാഗ്ദാനമാണ് നൽകിയത്. എന്നാലും ആ വാഗ്ദാനം മിനിറ്റുകൾ കൊണ്ട് തന്നെ പൂർത്തിയായിരിക്കുന്നു. 3 മണിക്ക് നിയമസഭയിൽ ചർച്ച നടത്തും. ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ, സമരക്കാരുടെ പ്രതിനിധികൾ നേരിട്ട് നിയമസഭയിൽ എത്തണം. നിയമസഭയിൽ ആരോഗ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, അതായത് ആശമാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് സർക്കാരിന് കൃത്യമായി അറിയാം, കൃത്യമായി ബോധ്യമുണ്ട്. നിലവിൽ ആശമാരുടെ ശമ്പളം അത് 13,000 രൂപയോളമാണ്. അത് ഉയർത്തി 21,000 രൂപയാക്കി മാറ്റണം എന്നുള്ളതാണ്. അതെന്തായാലും ഏത് രീതിയിൽ നടപ്പാക്കണം, എത്ര രൂപ സർക്കാരിന് ബാധ്യത വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ സർക്കാർ നേരത്തെ തന്നെ, അതായത് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷയോടുകൂടി തന്നെ ആശമാർക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ കഴിയും. എന്നാൽ നേരത്തെ എടുത്തതുപോലെ കേന്ദ്രം വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തിന് ഈ സമരത്തിൽ അല്ലെങ്കിൽ ആശമാരുടെ വേതന വർധനവിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ ഈ സമരം കൂടുതൽ ശക്തമായി തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം ആരോഗ്യമന്ത്രി, അതും NHM ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ച അവസാനിപ്പിച്ച് തൊട്ട് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ചർച്ച പ്രതീക്ഷയോടുകൂടി തന്നെ ആശമാരെ കാണുന്നുണ്ട്. ഇതിൽ പ്രധാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വപരമായ ആവശ്യമാണ്. ആവശ്യം സർക്കാർ പരിഗണിച്ച് അതിലൊരു തീർപ്പ് കൽപ്പിച്ചാൽ ആ സമരം ഇന്ന് ആവശ്യമെങ്കിൽ അവസാനിപ്പിക്കാനും കഴിയും. തിരുത്തണം.